സൈബർ ആക്രമണത്തിനും അപവാദ പ്രചരണത്തിനുമെതിരെ CPIM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ കേസെടുത്ത ആലുവ സൈബർ പോലീസ്. ഒരു യൂട്യൂബ് ചാനൽ, പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരി തുടങ്ങിയവർക്കെതിരെയാണ് ആലുവ റൂറൽ സൈബർ പോലീസാണ് കേസെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ പറവൂരിലെ വീട്ടിലെത്തി ഷൈന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കേസുമായി ബന്ധപ്പെട്ട് MLAയുടെയും മൊഴിയെടുക്കും. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, കേസെടുത്തതിന് പിന്നാലെ പറവൂരിലെ വീട്ടിലെത്തി ഷൈന്റെ മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സൈബർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഷൈന്റെ പറവൂരിലെ വീട്ടിലെത്തി ഷൈന്റെ മൊഴിയെടുത്തിരുന്നു. 1 മണിക്കൂറോളം സമയമെടുത്ത വനിതാ പോലീസിന്റെ അടക്കം നേതൃത്വത്തിലാണ് മൊഴിയെടുത്തത്. ആ സമയത്തും കോൺഗ്രസ് കെട്ടിച്ചമച്ച അല്ലെങ്കിൽ കോൺഗ്രസ് അധിക്ഷേപിച്ച അല്ലെങ്കിൽ അധിക്ഷേപമായിട്ടുള്ള ഒരു പരാമർശമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുമാണ് ഇങ്ങനൊരു പരാമർശം വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഷൈനിന്റെ ഭർത്താവ് അടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വകുപ്പുകൾ ഇനി ചുമത്താനുമെല്ലാമുള്ള സാധ്യത ഏറെയാണ്. നിലവിൽ MLAയുടെ മൊഴിയെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മൊഴിയെടുക്കാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. ഇപ്പോൾ MLA തിരുവനന്തപുരത്താണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ MLAയുടെ കൂടെ മൊഴിയെടുത്താണ് ഈ ഒരു കേസിൽ FIR അടക്കം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഷൈൻ മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നടപടി ആലുവ റൂറൽ സൈബർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇക്കാര്യത്തിൽ ഈ ആരോപണങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ഈ അധിക്ഷേപങ്ങൾക്കെല്ലാം താൻ ഒരുപാടധികം മനോവിഷമത്തിലാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഷൈൻ തന്നെ മാധ്യമങ്ങളോട് നേരിട്ട് പ്രതികരിച്ചിരുന്നു. അപ്പോൾ അവർ കൃത്യമായി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ഈ ഒരു പരാമർശത്തിനെല്ലാം പിന്നിൽ കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അധിക്ഷേപം വരുന്നത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ്. പിന്നീട് കോൺഗ്രസ് പോർട്ടലുകൾ അടക്കമുള്ളവർ അത് ഏറ്റെടുക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഇത്തരത്തിലൊരു ബോംബ് പൊട്ടാനുണ്ട് എന്ന് ഒരു പ്രാദേശിക നേതാവ് പറയുകയുണ്ടായി. എന്നാൽ അതിങ്ങനെ ആയിരിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇക്കാര്യം പറയുമ്പോഴും അത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് എന്ന തരത്തിലുള്ള വലിയ രീതിയിൽ കോൺഗ്രസിന്റെ പല ആളുകളിൽ സംശയങ്ങൾ ഉന്നയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് രാവിലെ ഷൈൻ ആരോപിച്ചത്. തുടർന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു മറുപടിയുമായി വരികയുണ്ടായി. എന്തുണ്ടെങ്കിലും എന്റെ നേരെ വരുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് CPIM തന്നെയാണ് ഇങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടാക്കുന്നതും CPIM തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിലെല്ലാം പിന്നിൽ. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതും അന്വേഷണം നടത്തേണ്ടതുമെല്ലാം CPIM തന്നെയാണ്. എങ്ങനെയാണ് ഇങ്ങനൊരു പോസ്റ്റ് കോൺഗ്രസ് പോർട്ടലുകളിലൂടെ പുറത്തു പോയത് എന്നുള്ള ഒരു കാര്യം CPIM തന്നെ അന്വേഷിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതിനുശേഷം ഈ ഒരു DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഉണ്ടായി. ഷിയാസും പറഞ്ഞത് അക്കാര്യം തന്നെയാണ്. വെറുതെ ഒരു കാര്യവുമില്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ നേരെ കയറേണ്ട ആവശ്യമില്ല. ഇക്കാര്യത്തിൽ പറവൂരിലെ ജനങ്ങൾക്കറിയാം പ്രതിപക്ഷ നേതാവ് എന്താണ് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഷൈൻ ടീച്ചർ ഇങ്ങനെ ഒരു കാര്യവുമായി പ്രതിപക്ഷ നേതാവിന്റെ നേരേക്ക് കയറേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇക്കാര്യത്തിൽ മുഹമ്മദ് ഷിയാസും ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്, സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെല്ലാം നടത്തുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നേതാക്കളിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കുകയും അതിനുവേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി മുഹമ്മദ് ഷിയാസ് പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഈ ഒരു ആരോപണം ഈ സൈബർ ആക്രമണം നേരിട്ട MLAയും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവുമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. MLAയും പറഞ്ഞത് ഇത്തരത്തിൽ കെട്ടിച്ചമച്ച ഒരു കാര്യമാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലിപ്പോൾ കേസെടുത്തിരിക്കുന്നു. ആലുവ സൈബർ പോലീസ് ഇക്കാര്യത്തിൽ ഒരു മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. എന്തായാലും നിലവിൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് MLAയുടെ അടക്കം മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സൈബർ ആക്രമണത്തിനും അപവാദ പ്രചരണത്തിനുമെതിരെ CPIM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വിജിതയാണ്.